വല്യമ്മായി കണ്ണാടൻ. ഒന്നുകൂടെ പറഞ്ഞേ. അപ്പൻ്റെ ഏറ്റവും മൂത്ത പെങ്ങളാണ് കണ്ണാടൻ അമ്മായി വല്യമ്മായി. കണ്ണാടൻ കെട്ടിച്ചേക്കണം. കുഞ്ഞപ്പൻ്റെ ഒക്കെ അപ്പനാണ് വല്യമ്മയുടെ മകൻ, മൂത്ത മകൻ. പിന്നെ പാപ്പുച്ചേട്ടൻ, കുഞ്ഞാക്കോച്ചേട്ടൻ, ഇവരൊക്കെ. പിന്നെ അച്ഛൻ അച്ഛൻ ഫാദർ ഭരണവാസ. പിന്നെ കുഞ്ഞാക്കോച്ചേട്ടൻ, പിന്നെ പാപ്പുച്ചേട്ടൻ, ഇവരൊക്കെ. ഏറ്റവും മുതൽ ഞങ്ങള് കുഞ്ഞപ്പൻ്റെ ഒക്കെ പോയി. പിന്നെ കുട്ടിച്ചേച്ചി തോണിയാട്ടം, പിന്നെ ഒരാളെ കുട്ടിച്ചേച്ചി, പിന്നെ മറുപടി കന്യാസ്ത്രീയില്ലേ, എന്നറിയില്ലേ സിസ്റ്റർ സാലസ്. സിസ്റ്റർ മരിച്ചു ഇവിടെ ഓക്കെ, അത് മനസ്സിലായി. കണ്ണാട്ടെ മത്തായി അപ്പാപ്പന്റെ മക്കളെ മനസ്സിലായി. ഈ മത്തായി അപ്പാപ്പന്റെ ഭാര്യ അതാണ് നമ്മുടെ അപ്പന്റെ പെങ്ങള് അല്ലേ? അത് ഇവിടുത്തെ ആരാ? ആ അമ്മായിയുടെ തറവാട് മനസ്സിലായി. മത്തായി അപ്പാപ്പന്റെ ഭാര്യയുടെ തറവാടാണ് ഇത് അല്ലേ? ആ അമ്മായിക്ക് എത്ര ആങ്ങളമാരുണ്ടായിരുന്നു? ആ അമ്മായിയുടെ വീട്ടിൽ എത്ര മക്കളായിരുന്നു? അമ്മായിയുടെ വീട്ടിലോ? അത് നമ്മുടെ അപ്പൻ, പിന്നെ അല്ലല്ല, അത് നമ്മുടെ അമ്മായിയുടെ ഇവിടെ നമ്മുടെ ഈ വീട്ടില് താഴ്ചെടുത്ത്, അതായത് രണ്ടാണുങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പനും അനിയനിലും ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഒരേ ഒരു പെങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ? അല്ലല്ല, എത്ര പെങ്ങന്മാരുണ്ടായിരുന്നു? 4 പെങ്ങന്മാരാണ്. അല്ല, ഒരാള് കണ്ണാടൻ കെട്ടിച്ചു. പിന്നെ ഓരോ നമ്മുടെ മൂവാറ്റുപുഴ, നമ്മുടെ ചാത്തങ്കണ്ടം. ഒരാള് മറ്റേ തന്നെ മടയക്കന്റെ അടുത്ത് കൊടുക്കും. അതായത് ഒരാളെ കണ്ണാടൻ കെട്ടിച്ചു, മൂത്ത പെങ്ങള് നമ്മുടെ വല്യപ്പന്റെ ചാത്തങ്കണ്ടം. പിന്നെ എത്ര 4 പെണ്ണുങ്ങളുണ്ടായിരുന്നോ? 4 പെണ്ണ് 2 ആണുമായിരുന്നോ? ഓക്കെ ഓക്കെ. പിന്നെ കുട്ടന്റെ അമ്മ വടക്കൻ. പിന്നെ ഒരു ആടുകുഴി ഉണ്ട്. അങ്ങനെ 4 പെണ്ണുങ്ങള്. 4 പെണ്ണും 2 ആണുമായിരുന്നു. എനിക്ക് ചാത്തങ്കണ്ടത്തിന്റെ അമ്മായിനെയും വടക്കന്റെ അമ്മായിനെയും ഇരിക്കുന്നത്. അതായത് മത്തായി അപ്പാപ്പന്റെ ഭാര്യ എന്ന് പറയുന്നത് അവരുടെ വീട്ടില് 4 മക്കളായിരുന്നു. ഭാര്യയുടെ വീട്ടില് 6 മക്കൾ. 4 പെണ്ണും 2 ആണും അല്ലേ? ഒന്ന് കുടിച്ചേച്ചി, ഒന്ന് പിന്നെ വിജയിച്ചു തോന്നിയുണ്ടോ? അത് മറ്റേ വല്യാങ്ങളുടെ പെങ്ങളാണല്ലോ. അതല്ല, മറ്റേ നമ്മുടെ വീട്ടില് ഇവിടുത്തെ കേസാ പറഞ്ഞത്. ഞാൻ ചോദിച്ചത് ഏതാണെന്നറിയാം അമ്മായി? അതായത് കണ്ണാട്ടേക്ക് കെട്ടിച്ചല്ലേ ഈ വീട്ടിൽ നിന്ന് ഒരു അമ്മായിനെ? അതായത് ഞങ്ങളുടെ മത്തായി അപ്പാപ്പൻ കെട്ടിക്കൊണ്ടുപോയ അമ്മായി. ആ അമ്മായിയുടെ വീടാണല്ലോ ഈ തറവാട്. ഈ തറവാട്ടിൽ 4 പെണ്ണും 2 ആണും അല്ലായിരുന്നോ? അത് തന്നെ കണക്കാ പറഞ്ഞു. ഈ മത്തായി അപ്പാപ്പന് എത്രയാണെന്നറിയോ? 4 ആണും 3 പെണ്ണും. അത് തന്നെ. ഒന്ന് കുന്നപ്പള്ളി കെട്ടിച്ചു, ഒന്ന് നാടുകാണി തോണികണ്ടം കണ്ണാടൻ വീട്ടിൽ കെട്ടിച്ചു, ഒന്ന് കന്യാസ്ത്രീയായി. 4 ആണുങ്ങളില് 4 ആണുങ്ങളില് ഒരെണ്ണം മലയങ്കിയിലെ പൈലിയപ്പാപ്പൻ, ഒരെണ്ണം 12-ാം മൈലിലെ പാപ്പു അപ്പാപ്പൻ, ഒരെണ്ണം ഫാദർ ഭരണവാസ്, 4-ാമത്തതും 12-ാം മൈലിലെ കുഞ്ചാക്കോള. അതായത് ഈ 4 അപ്പാപ്പന്മാരുടെ ഈ 3 അമ്മായിമാരുടെ അമ്മ വീടാണ് കോതമംഗലത്തുള്ള ഈ വീട്. ശരിയല്ലേ? ഇനി എനിക്കൊരു ആകെ പ്രശ്നം എന്താണെന്നറിയാം? എൻ്റെ കാലശേഷം അമ്മായിക്ക് ആരുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇനി എൻ്റെ കാലശേഷം അമ്മായിനെ ആരും നോക്കുന്നോർത്ത് എനിക്കിപ്പോൾ ടെൻഷൻ. ഇന്നലെ ഞങ്ങൾ ഈ ചരിത്രം കേട്ടായിരുന്നു. നമ്മുടെ പീറ്ററൂട്ടി ചാച്ചനും കുഞ്ഞപ്പൻ ചാച്ചനും എന്നോട് ചരിത്രം പറഞ്ഞായിരുന്നു. ഇവിടെ ബസ് ഉണ്ടായിരുന്നു എന്നും കോതമംഗലത്ത് ഇന്ന സ്ഥലത്ത് മഠത്തിന്റെ തൊട്ടടുത്ത വീട് എന്നൊക്കെ പറഞ്ഞായിരുന്നു ചരിത്രം. ഇത് ഈ ആദ്യം ബസ് സർവീസ് നമ്മുടെ
ആ ബസ് സർവീസ് ഏത് റൂട്ടായിരുന്നു? ആ ബസ് സർവീസ് നമ്മുടെ അപ്പനാണ് ബസ് സർവീസ്. അങ്ങനെയാണ് വിദ്യാസാനുള്ള പേര് കിട്ടിയത്. ആ ഓക്കെ. പ്രത്യേക സർവീസ് ഇല്ല ശരി. ഇവരൊക്കെ അപ്പൻ്റെ നിങ്ങൾക്ക് കോതാൽ വണ്ടി എങ്ങനെ വന്ന് അങ്ങനെ പോവാ. മൂന്നാറൊക്കെ പോകണമെന്ന് പറയും. മൂന്നാർ പോയില്ലായിരുന്നു ഹൈറേഞ്ച് എന്റെ വണ്ടി അപ്പൊ അങ്ങനെ ഹൈറേഞ്ച് എന്നിട്ട് പോയി ഇവിടെയാണെങ്കിൽ ഇവിടെ അങ്ങനെ അപ്പൻ്റെ വണ്ടിയിലെ കിളികളായിരുന്നു ഇവരൊക്കെ. കേട്ടോ. അങ്ങനെയാണ്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മത്തായി അപ്പാപ്പനൊക്കെ ആദ്യം താമസിച്ചുകൊണ്ട് കുത്തിങ്ങലിലാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് കുത്തിങ്ങലേക്ക് കെട്ടിച്ചൂടെ? എങ്ങനെ? ആ ആ മൂത്ത എങ്ങനെ കൊണ്ട് തെറ്റി നിൽക്കില്ല കണ്ണാടിന് അമ്മായിനെ തെറ്റി. അത് അന്ന് വല്യമ്മ ഏറ്റവും മൂത്ത ഞങ്ങളൊക്കെ ഞങ്ങൾ മൂത്ത വല്യമ്മയാണ്. അപ്പം പിന്നെ ഇവര് ഇങ്ങനെ പുള്ളിയും തെറ്റി നിൽക്കും. പിന്നെ എന്തൊക്കെയാണ് കുത്തുമ്പോഴേ. അല്ല, വേറൊരു കാര്യം ചോദിക്കട്ടെ, ദത്ത് നിന്ന കണ്ണാട്ടെ അപ്പാപ്പനെ കെട്ടിച്ച് കൊടുത്തതാണ് ഇവിടുത്തെ മകളെ? ആ അതാ ഞാൻ ചോദിച്ചേ. മത്തായി അപ്പാപ്പൻ്റെ ഭാര്യ ആണല്ലോ ഇവിടുത്തെ അമ്മായി, ഇവിടുത്തെ മൂത്തയാണ് ഈ വല്യമ്മായിക്ക് കെട്ടിച്ചു വിട്ടു. അതെ, ഇവിടെ കണ്ണാടന്മാർ ദത്ത് നിന്നോ? കണ്ണാടന്മാർ ദത്ത് നിന്നോ ഇവിടെ? കണ്ണാട്ടെ ആളാണ് ഇവിടെ ദത്ത് നിന്നത്. വില്യാങ്ങളുടെ അപ്പൻ. അങ്ങനെ പേര് അപ്പനുണ്ടാവണത്. അമ്മായിയുടെ അപ്പം ദത്ത് നിന്നോ അതെ കണ്ണാട്ടുകാർ ദത്ത് നിന്നോ? ഒരു വീട്ടിലെങ്ങനെ രണ്ടുപേര് ദത്ത് നിൽക്കണേ? ഒരു വീട്ടിലെങ്ങനെ രണ്ടുപേര് ദത്ത് നിൽക്കണേ? അപ്പം അമ്മായി പറഞ്ഞു വന്ന മത്തായി അപ്പാപ്പൻ്റെ കാര്യമാണ്. മത്തായി അപ്പാപ്പൻ വാളാടിത്തണ്ടിലേക്ക് മാറി അവിടെ നിന്ന് അങ്ങനെ 12-ാം മൈലിൽ കയറി ചരിത്രമുണ്ടോ? അന്ന് വേറെ ഏതെങ്കിലും അപ്പാപ്പനായിരിക്കും ഇവിടെ ദത്ത് നിന്നേ? അല്ല, വേറെ ഇവിടുത്തെ വീട്ടിലെ മൂത്ത അമ്മായിയായിരുന്നു, മൂത്തയാളായിരുന്നു ഈ പറഞ്ഞ മത്തായി അപ്പാപ്പൻ, അതായത് വില്യാങ്ങളുടെ അമ്മ. ഇവിടുത്തെ ഏറ്റവും മൂത്ത പെങ്ങളാണ്. അപ്പൊ അവര് ചിലപ്പോ എന്റെ അപ്പാപ്പൻ ഉണ്ടാവണവരെ ദത്ത് നിന്നു. ആ അങ്ങനെ കുറച്ച് കാലത്തേക്ക് നിന്ന് കാണും. ശരിയാ. ആ ഇവിടെ കുറച്ച് നാള് നിന്നു. ആ ദത്ത് നിന്നല്ല, കല്യാണം കഴിയണവർ നിന്നു. ആ ഓക്കെ, അത് പറ, അത് ശരിയാ. ആ കാരണം വെച്ചാൽ ഞങ്ങളുടെ അപ്പാപ്പന്മാരുടെ ചരിത്രത്തിലേ ഒരപ്പാപ്പന് ഇവിടെ അങ്ങോട്ട് ദത്ത് നിന്നൊരു ചരിത്രമുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ അമ്മായിയുടെ സ്ഥലം അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ഒരു കഥയൊക്കെ ഉണ്ട്, എനിക്ക് അത്ര അറിയില്ല, എന്നാലും ഞാൻ കേട്ടിട്ടുണ്ട്. മത്തായി അപ്പാപ്പൻ ദത്ത് നിന്നിട്ടില്ല എന്ന് എനിക്കറിയാം, കാരണം മത്തായി അപ്പാപ്പൻ ഇവിടെ നിന്ന് അങ്ങനെ നിന്നിട്ടില്ല. ശരി, അപ്പം അമ്മായി പറഞ്ഞ ശരിയാ. ആ അത് പറ. പക്ഷെ അതൊക്കെ അവര് ചിലപ്പോ ഒരു കരുതലുണ്ട്. ഇപ്പൊ വളർത്തിട്ട് നോക്കണുണ്ടാവുള്ളൂ. ചിലപ്പോ ഒരു പക്ഷേ ഇപ്പൊ അപ്പനുണ്ടാവണവരെ നിന്നല്ലേ പറഞ്ഞത്. അപ്പൊ ലാസ്റ്റ് ഇളയവര് 2 പേരെ ആണുങ്ങളുള്ളൂ അല്ലേ? മൂത്ത എല്ലാവരും പെണ്ണുങ്ങളായിരുന്നു. അതായത് ഏറ്റവും മൂത്തമ്മായി അങ്ങനെ. അതെ അതെ, ഇതെന്നാ പറയാ, ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ കുറേ നാളായില്ലേ കുടുംബയോഗം കൂടിയിട്ട്. അപ്പൊ ഇങ്ങനെ ചരിത്രം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിമറിഞ്ഞ് കിടക്കുക. ഒരു വീട്ടിൽ തന്നെ ഒരു പേരിലുള്ള പലരും ഉണ്ടെന്നേ. അതായത് ഒരു വീട്ടിൽ തന്നെ എല്ലാ വീട്ടിലും പൗലോസ് ഉണ്ട്. ഈ പൗലോസ് മാറി പിന്നെ പോളായി, പോളിന് പൈലിയായി, അതേപോലെ കുര്യന് കുര്യ. അതന്നെ. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ വന്ന് പിന്നെ ഞങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ 5-ാമത്തെ തലമുറയായില്ലേ. 4-5-ാമത്തെ തലമുറയാകുമ്പോൾ ഞങ്ങൾക്ക് അത്ര ഒരു പരിജ്ഞാനം ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഞങ്ങളെക്കായി മുമ്പുള്ളവർ അതിനു മുമ്പുള്ളവർക്കും കറക്റ്റ് അറിയാം അല്ലേ? അത് തന്നെ. അപ്പം അമ്മായി ഇവിടുത്തെ കെട്ടിക്കൊണ്ടുവന്നത് അല്ലേ? അതായത് അല്ല, ഇവിടെ 2 ആൺമക്കളല്ലായിരുന്നോ? ഇവിടെ 4 ആൺമക്കൾ. 4 ആണും 2 പെണ്ണും. 4 ആൺമക്കളും 4 ആൺമക്കളും 5 പെണ്ണുങ്ങളും ഉണ്ടായി. 9 മക്കളിൽ ഒരെണ്ണത്തിന് കർണാടക അടിച്ചു. അല്ലല്ല, ഓക്കെ, അത് മാറിപ്പോയി. നമ്മുടെ തലമുറ വരുമ്പോൾ വീണ്ടും മാറ്റം വന്നു. ഓക്കെ, ഇത് 2-ാം തലമുറയിലേക്ക് വന്നു. അതായത് ഈ അമ്മായിയുടെ അമ്മ ഈ അമ്മായി എന്ന് വെച്ചാൽ കെട്ടി വന്ന ആളാണ്. അത് തന്നെ. ഈ കുടുംബത്തിലെ മൂത്ത മകൻ കെട്ടിയതാണ്. അതായത് ഇവിടെ 2 ആണുങ്ങളും 4 പെണ്ണുങ്ങളും ആയിരുന്നല്ലോ അപ്പാപ്പനായിട്ട്. ശരിയല്ലേ? അപ്പൊ അതായത് അതിനകത്ത് ആണുങ്ങളുടെ മൂത്ത ആളുടെ
മൂത്ത മകന്റെ ഭാര്യയാണ് ഇരിക്കുന്നത്. ആ ഓക്കെ. വല്യച്ഛനൊക്കെ എനിക്ക് നല്ല വലിയ ഇഷ്ടം. ആ അത് തന്നെ. അതായത് ഇവിടെ 4 പെണ്ണും 2 ആണും ഉണ്ടായിരുന്നു. അപ്പാപ്പനായിട്ട്. അതെ, അവരുടെ മക്കളില് ആൺമക്കളിലെ മൂത്ത ആണിന്റെ മകന്റെ ഭാര്യയാണ് ഈ അമ്മായി. അത് തന്നെ. ആ ഇപ്പൊ മനസ്സിലായി. അമ്മായിക്ക് എത്ര മക്കളാ? എനിക്ക് 4 മക്കള്. ആ ഓക്കെ. അവരെന്നെ എടുക്കണേ? മൂത്ത ബോൾസൺ, രണ്ടാമത്തെ ലിൻസി, മൂന്നാമത്തെ ഇയാള്, നാലാമത്തെ ചെക്ക. ആ 2 പെണ്ണ് 2 ആണ്. 2 പെണ്ണും 2 ആണ്. അമ്മായിക്ക് ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് വയസ്സത്ര എല്ലാം 17 വയസ്സിൽ 70? 20. 20? എന്നാ പിന്നെ 17 എന്ന് പറ. എന്നാ പിന്നെ 17 എന്നാ പിന്നെ 17 എന്ന് പറയാൻ പാടില്ലായിരുന്നോ? അത് മകേബാനായി പോകും. മധുര 17 ആവും. ആ 18 ഒരു 10 കൂട്ടാം. ആ ഓക്കെ. അമ്മായിയുടെ കണക്കും പ്രകാരം 20 വയസ്സായി. ഞങ്ങൾ പറയുമ്പോൾ 17 ആയി. അപ്പം അത് തന്നെ. 17 മനുഷ്യനുണ്ടായിരുന്നു. ഇന്നും 16 അപ്പം അമ്മായിക്ക് ഒരു 17 പിടിച്ച അമ്മായി. പല പിടിക്കണ്ട. ആ. ഇതുകളാ. ആ ഓക്കെ. എന്നാ ഒരു 16 ആക്കിയാലോ? ഈ ഫോട്ടോസ് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. ആ, ഓക്കെ. അറിയോ അടുത്ത് നിന്നിട്ടുണ്ട്. ഇതാരാ അമ്മായി? അതെന്നെ ഭർത്താവും ഞാനുമാ. ഇതാണ് അമ്മായി. ആ എന്റെ പൊന്നെ. ഞാൻ ഓക്കെ. ഞാൻ. ഈ അമ്മായിയാണ്. ഈ അമ്മായി. ആ ഈ അമ്മായി. തന്നെ തന്നെ. ആ. അതായത് 20 വയസ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഗോപിനെ കൂടെ മധുര 16. ശരിയാ. ആ ഓക്കെ. 16 വയസ്സായെങ്കിൽ ആധാർ കാർഡ് കിട്ടിയതാണോ? പാസ്പോർട്ടൊക്കെ കിട്ടിയോ? 17. അപ്പോൾ ഒരു വർഷം കൂടെ വേണം പാസ്പോർട്ടും ആധാറൊക്കെ കിട്ടണമെങ്കിൽ. അത് തന്നെ. റേഷൻ കാർഡിൽ പേരുണ്ടോ? അവരുണ്ട്. റേഷൻ കാർഡൊക്കെ ഗോപിയുടെ ഉണ്ടോ? ഓഫീസ് ഉണ്ട്. നാളെ എപ്പോഴാണ് നമുക്ക് വരാൻ പറ്റുമോ? ആ പറ്റും പറ്റും. ആ നാളെ ഉണ്ട്. ആ പിന്നെ റേഷൻ കാർഡ് ഇല്ലാതെ വെച്ചത് ഏതൊരുക്കും റേഷൻ കാർഡ്. അതിന് അമ്മായിക്ക് ഇങ്ങനെ മധുര 17 എന്ന് പറയാൻ തോന്നിയേ? മധുര 17 എന്ന് പറയാൻ തോന്നിയ എന്താ? അമ്മ വിളിക്കാനും വരാം. പ്രായം ചോദിച്ചു. ആ അതന്നെ. അത് പണ്ടൊരു വാക്കല്ലേ. ഉം. 670. ഇതാരാന്ന് മനസ്സിലായി. അമ്മായി ടീച്ചറായിരുന്നോ? അമ്മായി ടീച്ചറായിരുന്നോ? അല്ലല്ല. ആ ആ ഇംഗ്ലീഷൊക്കെ പറയണ്ടേ? ആ ഓക്കെ ഓക്കെ. അമ്മായി യു ആർ സ്പീക്കിംഗ് സം ഇംഗ്ലീഷ് വേർഡ്സ്. യു ആർ സ്പീക്കിംഗ് സം ഇംഗ്ലീഷ് വേർഡ്സ്. I don't know. ആ ഓക്കെ. ഇറ്റ്സ് ഓക്കെ. ഓക്കെ ടേക്ക് ഇറ്റ് ഈസി. അപ്പം ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മനസ്സിലായി. അതായത് ഇവിടുത്തെ അമ്മായിനെ കെട്ടിച്ച മത്തായി അപ്പാപ്പൻ, ആ കുടുംബം ഉണ്ടല്ലോ. ഇവിടുത്തെ അമ്മായിക്ക് 4 ആണ് 3 പെണ്ണുമായിരുന്നു. ഏറ്റവും മൂത്ത അമ്മയുടെ ഭർത്താവാണ് മത്തായി ബാബ, വലിയങ്ങളുടെ അപ്പൻ. അത് തന്നെ അത് തന്നെ. മത്തായി അപ്പാപ്പൻ്റെ 4 മക്കള് ആൺപിള്ളേരുണ്ട്, 3 പെൺപിള്ളേരുണ്ട്. 4 ആൺപിള്ളേരിൽ പാപ്പു എന്ന് പറഞ്ഞ ആ അപ്പാപ്പൻ്റെ മകൻ്റെ മകനാ ഞാൻ. പാപ്പുചേട്ടൻ്റെ മകൻ്റെ മകൻ ആരെല്ലാം അന്തോണി. ലോനപ്പൻ ചാച്ചൻ മരിച്ചുപോയി, അറിഞ്ഞോ? പിന്നെ ഒരാഴ്ചയുള്ളൂ. അന്തോണിയുടെ അന്തോണിയൊക്കെ നമുക്ക് നല്ല നിശ്ചയല്ലേ. ആണോ? പിന്നെ അവരൊക്കെ ഈ വീട്ടിൽ കിടന്നാണ് വളർന്നേ? അല്ല, അവരിവിടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ വളർത്തണ്ടില്. പിള്ളേരെ കൂടെ മിക്കവാറും എന്നല്ല ഇവിടെ വരുമായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ ഈ പാപ്പാപ്പൻ്റെ മക്കൾ ആരെങ്കിലും ഇവിടെ ജനിച്ചിട്ടുണ്ടോ? പാപ്പാപ്പൻ്റെ മക്കൾ ഇവിടെ ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ? വലിയങ്ങളെ കൂടെ ജനിച്ചല്ലേ. മലയങ്കിയിലെ അപ്പാപ്പൻ ഇവിടെ ജനിച്ചേ? ആ ഓക്കെ. അമ്മയുടെ മോനാണല്ലോ വില്യാങ്ങളാ. അതെ ഞങ്ങള് വില്യാങ്ങളെന്ന് പറയും. അത് തന്നെ. പൈലിയപ്പാപ്പൻ ഇവിടെ ജനിച്ചു. പിന്നെയോ പാപ്പു അപ്പാപ്പൻ പാപ്പു അപ്പാപ്പൻ ഇവിടെ ജനിച്ചു. പിന്നെയോ പിന്നെ കുഞ്ഞാക്കച്ചേട്ടൻ ആ അതെ കുഞ്ഞാക്കൻ്റെ ഇവിടെ തന്നെ ജനിച്ചല്ലേ. അപ്പൊ അവരൊക്കെ ഇവിടെ ജനിച്ചേ. ജനിച്ച അമ്മ ഇവിടുത്തെ മോളാണല്ലോ. ഇവിടുത്തെ മോളാമ്മ ഇവിടുത്തെ ജനിക്കാനായിട്ടുണ്ടല്ലോ. കുഞ്ഞാക്കച്ചേട്ടൻ, ബാബുചേട്ടൻ, അച്ഛൻ, പിന്നെ ഇതൊക്കെ ഇവിടെ ഇവരുടെ എല്ലാവരും കൂടെ ജനിച്ച പാർട്ടികളാണ്. അന്തോണി ചേട്ടൻ. അന്തോണി വേറെ. ആ ഇതാണ് എന്നോട് പറയാനുള്ളത്. സെൻറ്റ് ആഗസ്റ്റിൻസ് സ്കൂളിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള വീട് അല്ലേ? ഇത് തന്നെ. അതായത് നമ്മുടെ ഈ സെൻറ്റ് ആഗസ്റ്റിൻസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കാണുന്ന വീട് നമ്മുടെ മത്തായി അപ്പാപ്പൻ്റെ മക്കൾ ജനിച്ച സ്ഥലം. വില്യാസാന്റെ വീട്. എന്നെ പീറ്റർ ചാച്ചൻ വിളിക്കട്ടെ.